എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ അനുഗ്രഹീതമായ സമയം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിലെ ഓരോ വരികൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ചൊവ്വയുള്ളത് നമുക്കറിയാം. ഈ ദിവസങ്ങൾ നമ്മൾ വായിക്കുന്നത് ആത്മാവിൽ ബന്ധിക്കപ്പെട്ട യാത്രയെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ അതിൻ്റെ 22-ാം വാക്യമാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ 25-ാമത്തെ വാക്യത്തിൽ എഫെസോസിലുള്ള മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളാരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. പൗലോസിനെ ഇനി ഒരിക്കലും അവർ കാണില്ല എന്ന് പൗലോസിന് ആത്മാവിൽ അറിയാം. എല്ലാം ആത്മാവിൽ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവനായിരുന്നു പൗലോസ്. ആത്മാവിലുള്ള ബന്ധനം തനിക്കറിയാം. ആത്മാവിൽ കാര്യങ്ങൾ വിചിന്തനം ചെയ്യാൻ തനിക്കറിയാം. ഇനി ഇവിടെ വരുമോ, ഇവരുമായി കണ്ടുമുട്ടുമോ, ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്നൊന്നും അല്ല പൗലോസ് പറയുന്നത്. ഇനി ദൈവം അത് അനുവദിക്കില്ല. ആത്മാവിൽ അറിയാം. അവൻ്റെ ഓരോ ശുശ്രൂഷയുടെ ചുവടുകളും വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അറിയാം. അതുപോലെ പരിശുദ്ധാത്മാവുമായി വളരെയധികം അടുത്ത് ഇടപഴകുന്ന ഒരു ജീവിത ശൈലിയാണ് പൗലോസ് അപ്പോസ്തലനുള്ളത്. അതുകൊണ്ട് 26-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ഞാൻ അതുപോലെ നിങ്ങളെ ശുശ്രൂഷിച്ചതാണ്. ഇനി ആരെങ്കിലും നശിച്ചു പോയാൽ ഞാനതിന് ഉത്തരവാദിയല്ല. ഇത് തന്നെയാണ് യോശുവയുടെ പുസ്തകത്തിൽ യോശുവ പറയുന്നത്. നിങ്ങൾക്ക് ഇനി ഏത് വഴിക്ക് വേണമെങ്കിലും തിരിയാം, ഏത് ദൈവത്തെ വേണമെങ്കിലും ആരാധിക്കാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും രാജ്യം, നന്മ, പാലും തേനും ഒഴുകുന്ന ദേശം വാഗ്ദത്ത പ്രകാരം ദൈവം പറഞ്ഞിട്ട് അളന്ന് തന്നു. ഞാൻ, എൻ്റെ കുടുംബം, ഞങ്ങൾ ദൈവത്തെ സേവിക്കും. നിങ്ങൾ നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ കാര്യം ഇനി എനിക്ക് ഉറപ്പാക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഓടുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയേക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതെല്ലാം പൗലോസ് പ്രാഗൽഭ്യത്തോടെ പറയുന്നു, ഇനി നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. എന്താ കാരണമെന്ന് താഴെ പറയുന്നുണ്ട്. 27-ാം വാക്യം, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഒന്നും മറച്ചു വെച്ചില്ല. പ്രയോജനപ്പെടുന്നതൊന്നും മറച്ചു വെക്കാതെ ദൈവത്തിൻ്റെ ആലോചന മുഴുവനും അറിയിച്ചു കൊടുത്തു. കർത്താവിൽ നിന്ന് പ്രാപിച്ചതും അവർ കേൾപ്പിച്ചു കൊടുത്തതും 1 കൊരിന്ത്യർ 11:23 പോലെ ഞാനതെല്ലാം കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. കർത്തൃമേശയെക്കുറിച്ച് പോലും എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു ജനത്തിന് കൊടുത്തു. വാസ്തവത്തിൽ ഇന്നെല്ലാം നടക്കുന്ന പല കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് കുറെ പഠിച്ചു ജനങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് ദൈവം പറഞ്ഞത് മാത്രം പറയുന്നവരുണ്ട്. DGS ദിനകരൻ്റെ കുറേ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കുറേ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെല്ലാം അദ്ദേഹം ആ പ്രസംഗങ്ങൾ പറഞ്ഞ ശേഷം തൻ്റെ പ്രസംഗത്തിൽ ഒരു 300-400 വാക്യമെങ്കിലും അദ്ദേഹം കാണാതെ പറയും. വേദം ഇപ്പടി സൊല്ലുത് എന്ന് പറഞ്ഞ് ഒരു 500-ലധികം വാക്യങ്ങൾ അദ്ദേഹം കാണാതെ പറയും. എന്നിട്ട് പറയും, ആ പ്രാർത്ഥനയിൽ താൻ പറയും, പിതാവേ, അങ്ങ് എനിക്ക് ഏൽപ്പിച്ചു തന്നതെല്ലാം ഞാൻ ഈ ജനത്തോട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അദ്ദേഹം കാണാതെ പഠിച്ചു പറഞ്ഞതല്ല. അദ്ദേഹം പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ
ഈ വിഷയം മകനെ നീ സംസാരിക്കണമെന്ന് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ദൈവം കൊടുത്ത റെഫറൻസുകളാണ് ഈ 500ഓളം റെഫറൻസുകൾ. കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ട് പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സത്യം അറിയണം. ഒരു റെഫറൻസ് പോലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അതായത് ഞാൻ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ദൈവം എന്തെല്ലാം പറയാൻ പറഞ്ഞുവോ അത് മുഴുവനും. ഇടക്ക് വെച്ച് പൗലോസ് ഉപദേശങ്ങളുടെ ഇടയിൽ വെച്ച് പോവുകയല്ല, മുഴുവനും പഠിപ്പിച്ചു. ദൈവസഭകൾക്ക് കൊടുക്കേണ്ടതെല്ലാം താൻ കൊടുത്തു. അടുത്തത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവവേലക്കാരോടാണ് ഈ പറയുന്നത്. ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, ഞാൻ നിങ്ങൾക്കെല്ലാം ഏൽപ്പിച്ചു തന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് നിങ്ങൾക്ക് തന്നത്. ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല, എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം. അടുത്ത വാക്യം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും. അതിൻ്റെ അർത്ഥം പൗലോസ് ഉള്ളപ്പോൾ തന്നെ കൊടിയ ചെന്നായ്ക്കൾ ഇല്ലെന്നല്ല, കൊടിയ ചെന്നായ്ക്കളുണ്ട്. എന്നാൽ പൗലോസ് ആ ചെന്നായി കയറാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം അനുവദിക്കില്ല. അതുപോലെ ആ ചെന്നായ്ക്കളെ വിരട്ടി ഓടിക്കുവാനുള്ള വെളിപ്പാടുകൾ തൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ആ കാലത്തുള്ള ദൈവസഭകൾക്കകത്ത് ചെന്നായ കയറാൻ, ആട്ടിൻ തോലിട്ട ചെന്നായ കയറാൻ പൗലോസ് അനുവദിച്ചിരുന്നില്ല. എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ പൗലോസ് ലേഖനം എഴുതും. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് കേൾക്കുന്നു. ഉടനെ പൗലോസ് അറിയും ഏത് വഴിക്കാണ് പിശാച് കയറുന്നത്. അറിഞ്ഞ് ആ ഭാഗത്തുകൂടി പൗലോസിന്റെ വചനം വന്ന് കയറും. അങ്ങനെ സഭകളെ ഉറപ്പിച്ചെടുക്കുന്ന, സഭകളുടെ അകത്ത് കയറാൻ വേഷം മാറി കയറാൻ നോക്കുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞ് ഇത് ചെന്നായാണെന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാതെയാക്കാനുള്ള ശേഷി, ആത്മനിറവ് പൗലോസിനുണ്ടായിരുന്നു. പൗലോസിന്റെ കാലശേഷം ചെന്നായ്ക്കൾ പതുക്കെ പതുക്കെ അകത്ത് കയറി. പൗലോസിനെ പോലെ ഇടിവിൽ നിൽക്കുന്ന ദൈവപുരുഷന്മാർ ഇല്ലാതെ വന്നപ്പോൾ ചെന്നായ്ക്കൾ അകത്ത് കയറി. അവരാട്ടിൻ തോലിട്ട ചെന്നായായിരുന്നു. അത് അവരെ വിവേചിക്കാൻ കഴിയാതെ ജനങ്ങൾ, ദൈവജനങ്ങൾ ഈ ചെന്നായുടെ ഉപദേശം ഏറ്റെടുത്തു. പതുക്കെ പതുക്കെ എല്ലാ ദൈവജനങ്ങളും അപ്രത്യക്ഷമായി. ഒന്നുകൂടി പറഞ്ഞാൽ, രക്ഷയിൽ നിന്നവർ പുറത്തുപോയി. ദൈവസഭകൾ AD 4-ാം ആണ്ട് കഴിഞ്ഞ ശേഷം എന്ത് സംഭവിച്ചു? അവരെല്ലാം പിന്മാറ്റത്തിൽ പോയി. ഇതൊക്കെ ചുമ്മാതാ, ഞങ്ങൾ സ്നാനപ്പെട്ടെന്നേ ഉള്ളൂ, ഈ പറയുന്നൊന്നും ശരിയൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഞായറാഴ്ച ചർച്ചയിൽ പോകണമെന്നില്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു വിഗ്രഹത്തേക്ക് ആരാധിച്ചെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല. ഓരോന്ന് ആലയത്തിൽ കയറി ദൈവകൃപ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. ചെന്നായ്ക്കൾ കയറി ഈ കുഞ്ഞാടുകളെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഈ ദൈവസഭ എന്ന ഉണർവ് സഭകൾ പതുക്കെ പതുക്കെ തണുത്ത് ഉറഞ്ഞ് അസ്തമിച്ചു പോയി. കാരണം പ്രാർത്ഥിക്കുന്നവനില്ല, വിവേചിക്കുന്നവനില്ല, പൗലോസിനെ പോലെ ഹൃദയത്തിന് ചൂട് പിടിച്ചവരില്ല, രാപ്പകൽ കണ്ണുനീർ വാർക്കുന്നവരില്ല. ഞാൻ എല്ലാവർക്കും കടക്കാരനെന്ന് പറഞ്ഞ്
കർത്താവിന് വേണ്ടി തീവ്രതയോടെ നിൽക്കുന്നവരില്ല. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് വരാൻ, അതിലൊരാൾ ഞാനും നിങ്ങളുമായി തീരാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞു, ഞാനുള്ള കാലത്ത് ചെന്നായ്ക്കൾ കടക്കില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കും, ഞാൻ ഇടവിടാതെ ദൈവരാജ്യത്തിൽ നിലനിൽക്കൊള്ളും, എൻ്റെ ഉപദേശങ്ങൾ ഞാൻ അതിശക്തമായി സഭയ്ക്ക് കൊടുക്കും. പൗലോസ് പത്രോസിനെ വരെ പരസ്യമായി ശാസിച്ചത് നമുക്ക് ലേഖനത്തിൽ കാണാം. അതായത് ജാതികളുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യഹൂദന്മാർ ചിലർ വന്നപ്പോൾ പത്രോസ് പതുക്കെ യഹൂദന്മാരുടെ കൂടെ അങ്ങോട്ട് കൂടി. ജാതികളുടെ കൂടെ നിൽക്കുന്നയാൾ പേടിച്ച്, അതിൽ തെറ്റൊന്നുമില്ല. ബർണബാസ് പോലും ആ കപടത്താൽ വഞ്ചിക്കപ്പെട്ടു എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. നീ ജാതികളുടെ മര്യാദ പ്രകാരമാണ് ജീവിക്കുന്നത്. നീ യഹൂദനായിരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ മര്യാദ പ്രകാരം പോകട്ടെ, അതൊരു ഉപദേശമാക്കണ്ട. ഇതാണ് പൗലോസ് പറഞ്ഞത്. അങ്ങനെ പത്രോസിനെ വരെ ശാസിക്കുവാൻ ശേഷിയുണ്ടായിരുന്ന ഒരു അപ്പോസ്തലൻ, അതുപോലെ ദൈവികമായ വെളിച്ചം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദൈവിക വെളിച്ചമുള്ള വ്യക്തികളാകണം. ദൈവത്തിൻ്റെ വചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നവരായിരിക്കും. പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. പിശാച് സഭയിൽ കയറിയിറങ്ങുന്നു എന്ന് പഠിപ്പിക്കുന്ന സഭകളുണ്ട്. ഇല്ല, പിശാചിന് സഭയെ കയറിയിറങ്ങാം, എന്നാൽ ഒരാളെ മറിച്ചു കളയാൻ കഴിയില്ല. അത് ആ വ്യക്തി അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവനെ തൊടാൻ കഴിയില്ല. അവന് ഇടം കൊടുത്താൽ മാത്രമേ അവന് കയറാൻ കഴിയൂ, അല്ലാതെ അവന് സഭയെ തോൽപ്പിക്കാൻ കഴിയില്ല. പൗലോസ് പറഞ്ഞത്, സമാധാനത്തിന്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാലിന്റെ കീഴെ മെതിച്ചു കളയും. സാത്താൻ നമ്മെ മെതിക്കുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാം പിശാചിനേക്കാൾ വളരെ വളരെ ശക്തരാണ്. പിശാചിന് തോന്നുമ്പോൾ നമ്മെ അടിച്ച് തറയിലിടാനാണെങ്കിൽ യേശു സ്വന്തം രക്തം കൊണ്ട് വിലക്ക് വാങ്ങിയത് എന്തിനാ? തെറ്റായ വാക്കുകൾ, തെറ്റായ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ പലരുടെ അകത്ത് നിന്ന് പുറത്തു പോകട്ടെ. കർത്താവിൻ്റെ വചനത്തിലും ആത്മാവിലും നമുക്ക് ബലപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ടാകട്ടെ. സാത്താനെ വേഗത്തിൽ കാലിൻ്റെ കീഴെ മെതിച്ചു കളയുവാൻ അതിനുള്ള ദൈവശക്തി ഉണ്ടാകട്ടെ. ഓരോ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവിക അരുളപ്പാടുകളും നിയോഗങ്ങളും ഉണ്ടാകട്ടെ. സാത്താൻ ഇടം കൊടുക്കാത്ത സഭകൾ എഴുന്നേറ്റ് വരട്ടെ. ഇത് കേൾക്കുന്നവരെല്ലാം പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നവരാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും വചനത്തിൽ ബലപ്പെടാം, വചനത്തിൽ നിലനിൽക്കണം. ആരെങ്കിലും പറയുന്ന പ്രവചനത്തിലല്ല നിലനിൽക്കേണ്ടത്, വചനത്തിൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നതിൽ നിലനിൽക്കണം. ഒരു പ്രവാചകൻ പറയുന്ന പ്രവാചക ശബ്ദത്തിൽ മാത്രം ഒതുങ്ങരുത്, അതിൽ മാറ്റങ്ങളുണ്ടാകും. എന്നാൽ ദൈവവചനം സ്ഥിരമാണ്, അതിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. അത് വിശ്വസിക്കുന്നവർ ചേർന്നത് പാടാമോ? തൂ രാജ്